വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ. മറന്നില്ലല്ലോ, VJR. ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ ആ ഒരു ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടന്റ് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ആ ഒരു ചാപ്റ്ററിലെ കുറെ ചോദ്യങ്ങൾ വർഷങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോർഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ സെറ്റ് ആക്കി എടുക്കുന്നത്. മക്കളെ, നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, അതോടൊപ്പം തന്നെ ലൈക്ക് കൂടെ ചെയ്തേക്കുക. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ട് വിടാം. അപ്പൊ നമുക്ക് കൂടുതൽ സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോയാലോ? റെഡിയല്ലേ? ബാ. യെസ്, ദാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ആ ഒരു ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. ഞാൻ ചോദ്യം പെട്ടെന്ന് വായിക്കാം അല്ലേ. -5 -10 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. -5 -10 ആണെങ്കിൽ നിങ്ങൾ ആ രണ്ട് നമ്പറിന്റെയും പുറകെ ആരുള്ള നോക്ക്. 5ന്റെ പുറകെ മൈനസ് ഉണ്ട്, അതുപോലെ തന്നെ ഈ 10ന്റെ പുറകെയും മൈനസ് ഉണ്ട്. മൈനസ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതോ, ആ രണ്ട് നമ്പറിന്റെ പുറമേ മൈനസ് ഉണ്ടെങ്കിൽ ആ രണ്ട് നമ്പറും വെറുതെ അങ്ങോട്ട് കൂട്ടുക അല്ലേ. വെറുതെ കൂട്ടുക, പ്ലസ് ആവുന്നല്ല, വെറുതെ ആഡ് ചെയ്യുക അല്ലേ. 5ഉം 10ഉം ആയിട്ട് കൂട്ടി വെക്കുക. 5ഉം 10ഉം കൂട്ടി എത്രയാണോ? 15. എന്നിട്ട് ഇത് ഉത്തരാണോ? അല്ല, രണ്ട് നമ്പറിന്റെ പുറത്ത് മൈനസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദേ ഈ കിട്ടിയ അല്ലെങ്കിൽ കൂട്ടി കിട്ടിയ നമ്പറിന്റെ പുറത്തും ദേ നമുക്ക് മൈനസ് ഇടുന്നു. നമ്മുടെ ഉത്തരം സെറ്റ് -15. അങ്ങനെയാണെങ്കിൽ താഴെ കിടക്കുന്ന ആ ഒരു ചോദ്യം കൂടെ ഒന്ന് ചെയ്തു നോക്കി. എങ്ങനെ ചെയ്യാം? സിമ്പിൾ ആണ്. നേരത്തെ പോലെ തന്നെ ആ ചോദ്യത്തിന്റെ മോഡൽ എന്താ നോക്ക്. 10ന്റെ പുറമേ മൈനസ് ഉണ്ട്, 8ന്റെ പുറമേയും മൈനസ് ഉണ്ട്. മൈനസ് മാത്രമേ ഉള്ളൂ, മറക്കല്ലേ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാ? സിമ്പിൾ ആണ്. മൈനസ് മാത്രമാണ്, മൈനസ് ഉണ്ട് മസ്റ്റ് ആണെങ്കിൽ അല്ലെ. നിങ്ങൾ എന്താ ചെയ്യാ? ഈ 10ഉം ഈ 8ഉം അങ്ങോട്ട് കൂട്ടും. 10ഉം 8ഉം കൂട്ടിയാൽ ആഡ് ചെയ്താൽ 18 ആണ്. കിട്ടിയ അല്ലെങ്കിൽ കൂട്ടി കിട്ടിയ നമ്പറിന്റെ പുറത്തും നമ്മൾ മൈനസ് ഇടും. ദേ നമ്മുടെ ഉത്തരം സെറ്റ് -18. എന്ത് സുഖം ഉണ്ടല്ലേ പഠിക്കാൻ. നമുക്ക് വേഗം അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? സമയം കളയണ്ട, അടുത്തയിലേക്ക് പോവാം. റെഡിയല്ലേ? യെസ്. അടുത്ത മോഡൽ. നേരത്തെ ചോദ്യവും ഈ ചോദ്യവും തമ്മിലുള്ള ചെറിയൊരു ബന്ധമുണ്ട്. എന്താണെന്നറിയോ? ചെറിയൊരു ബന്ധം എന്ന് മാത്രമല്ല, ചെറിയൊരു വ്യത്യാസം കൂടെ ഉണ്ട്. ആ വ്യത്യാസം പഠിച്ചാൽ എന്റെ പൊന്നു മക്കൾക്ക് ഇതും ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഞാൻ പറഞ്ഞുതരാം. നേരത്തെ ചോദ്യത്തില് നമ്പറിന്റെ പുറത്ത് മൈനസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്? മൈനസ് മാത്രമല്ല, ഇവിടെ ഒരാൾ ഏറെ വന്നിട്ടുണ്ട്. ഏതവനാടാ? ഇവിടെ ഗുണിക്കാനായ നമ്പർ ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ ആണ് വന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? മൾട്ടിപ്ലിക്കേഷൻ ഇടയ്ക്ക് വന്നാൽ, അതായത് -5 × -6 എന്ന് പറഞ്ഞ എന്റെ പൊന്നുമക്കൾ മനസ്സിലാക്കിക്കോ. 5ഉം 6ഉം അങ്ങോട്ട് ഗുണിക്കുക. 5ഉം 6ഉം ഗുണിച്ചാൽ എത്രയാടോ? മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയാ? 30 അല്ലേ. ഇനി ശ്രദ്ധിക്കണേ, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. മൈനസും മൈനസും ഗുണിക്കാനാണ് അല്ലെ. ദാ ഇവിടെ ഇൻറ്റു ഉണ്ട് അല്ലെ. മൈനസും മൈനസും ഗുണിക്കാനാണെങ്കിൽ ഓർത്തു വെച്ചോ, രണ്ട് മൈനസുകൾ ഗുണിക്കാനുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരം അത് പോസിറ്റീവായിട്ട് മാറും. ഇത് പോസിറ്റീവായിട്ട് മാറും. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താടോ? +30. പ്ലസ് എഴുതണോന്നല്ല ചോദിച്ചേ. പ്ലസ് എഴുതേണ്ട ആവശ്യമില്ല. 30 എന്ന് പറഞ്ഞാലും +30 എന്ന് പറഞ്ഞാലും ഉത്തരം സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. സിമ്പിൾ ആണ്. എന്താ ചെയ്യേണ്ടത്? ഇതാ പറഞ്ഞ പോലെ 3ആയ നമ്പറിന്റെ പുറത്ത് മൈനസ്, 10ആയ നമ്പറിന്റെ പുറത്തും മൈനസ്. മൈനസ് മാത്രമേ ഉള്ളോ? അല്ല, ഗുണനം കൂടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? 3ഉം 10ഉം ഗുണിക്കും. 3ഉം 10ഉം ഗുണിച്ചാൽ 30 കിട്ടിയിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞില്ല രാമ. മൈനസും മൈനസും ഗുണിക്കുമ്പം അതെന്തായി പോവും? പ്ലസ് ആയി പോവും. +30 എന്നും എഴുതാം, 30 എന്ന് എഴുതിയാലും മതി. നമ്മുടെ ഉത്തരം പൊളി. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കാം. ഇപ്പൊ ചില കുട്ടികൾ ഡൗട്ട് ഉണ്ടാവും, എടോ ഒരു മൈനസ് മാത്രം ഉള്ളത്, ഈ മൈനസ് ഇല്ല എന്ന് വിചാരിച്ചോ. അപ്പൊ ഒരു മൈനസ് മാത്രമാണെങ്കിൽ ഉത്തരത്തിൽ എന്തുണ്ടാവും? മൈനസ് ഉണ്ടാവും കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. റെഡി ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വേഗം അടുത്തൊരു മോഡലിലോട്ട് പോയാലോ അല്ലെ. ഈ രണ്ട് മോഡൽ റെഡി ആണല്ലോ അല്ലെ. രണ്ടും തമ്മിലുള്ള വ്യത്യാസമൊക്കെ ഒന്ന് മനസ്സിലാക്കി പഠിച്ച പൊളിയായിരിക്കും. നമ്മള് അടുത്തിലേക്ക് പോവാം. യെസ്, ദാ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? അടുത്ത മോഡലാണ്. ശ്രദ്ധിച്ചോ. 5ന്ന് 15 സബ്സ്ട്രാക്ട് കുറച്ചാൽ എന്ത്? ഒന്ന് ആലോചിക്കണോ. 5ആയ നമ്പർ ചെറിയ നമ്പറാ. ചെറിയ 5ന്ന് 15 കുറയ്ക്കുക, വലിയ 15. ശരിക്കും ഇതെന്താ സംഭവം അറിയോ? വലുതെന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നമൊക്കെ ഇടുന്നത്. ഇപ്പൊ തൽക്കാലം ഞാനൊരു എളുപ്പവഴി അറിയാം. നിങ്ങൾ എന്താ ചെയ്യേണ്ട അറിയോ?
ചെറിയ നമ്പറിന് വലുത് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കിക്കോ, ഒരു മൈനസ് അവിടെ പുറത്തുണ്ടാവും. മനസ്സിലായോ? നിങ്ങളെ കയ്യിൽ 5 ഉറുപ്പ്യ ഉണ്ട്, നിങ്ങളെ കയ്യിൽ 5 ഉറുപ്പ്യ ഉണ്ട്, മറ്റവന് 15 ഉറുപ്പ്യ നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾ കൊടുക്കാൻ പറ്റൂല, അത്രേ ഉള്ളൂ. അതായത് ചെറുതെന്ന് വലുത് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ മൈനസ് ഉണ്ടാവും, ശ്രദ്ധിച്ചോ. ഇനി നിങ്ങൾ സാധാരണ 15 5 ആയിട്ട് കുറച്ചാൽ മതിയോ. 15 5 കുറച്ചാൽ എത്രയാ? 10. അപ്പൊ അതേ നമ്മുടെ ഉത്തരം -10. സെറ്റ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 4 - 10. ആലോചിച്ചിട്ട് പറയണേ. 4 ചെറിയ നമ്പർ, 10 വലിയ നമ്പർ. അങ്ങനെയാണെങ്കിൽ ചെറിയ നമ്പറും വലിയ നമ്പറും എങ്ങനെ കുറയ്ക്കുക? ചെറുതെന്ന് കേട്ടോ. 4 10 കുറയ്ക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ആദ്യം തന്നെ മൈനസ് ഇടുക. ഇനി സാധാരണ ഈ 10 എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് 4 കുറച്ചാൽ മതി. 10 4 സബ്സ്ട്രാക്ട് ചെയ്ത് എത്രയാ? ദേ നമ്മുടെ ഉത്തരം -6. പൊളി. റെഡിയാണോ? സിമ്പിൾ അല്ലേ? അപ്പോ ഈ ഒരു മോഡലും കൂടെ നിങ്ങൾക്ക് സെറ്റ് ആയിട്ടുണ്ടാവും. ചെറിയ നമ്പർ ആണ്, വലുത് കുറയ്ക്കാന്ന് പറഞ്ഞാൽ തന്നെ അല്ലെ, വലിയ നമ്പർ അല്ലെ കുറയ്ക്കാന്ന് പറഞ്ഞാൽ തന്നെ മൈനസ് ഇട്ട് നോക്കുക. സാധാരണ കുറയ്ക്കുന്ന പോലെ അങ്ങോട്ട് കുറച്ചുകൂടാ. ദേ നമ്മുടെ ഉത്തരം പൊളി. അങ്ങനെയാണെങ്കിൽ അടുത്ത മോഡലിലേക്ക് പോയാലോ. അടുത്ത മെത്തേഡ്, അടുത്ത മോഡലാണ്. ഇതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൊളിയായിട്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ ചോദ്യം നോക്കാം. എന്താ സംഭവം നോക്ക്. -5 + 10. ആലോചിച്ചിട്ട് പറയണേ. ഞാൻ പറഞ്ഞിരുന്നു ചെറിയ നമ്പർ വലിയ നമ്പർ ഒക്കെ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഒക്കെ നേരത്തെ ചെയ്തു അല്ലേ. ഇത് ചെയ്യേണ്ട കാര്യം ഞാനൊരു എളുപ്പവഴി പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ അറിയോ? ആദ്യം ഇവിടെ എന്താ സാധനം നോക്ക്, മൈനസും പ്ലസും ഉള്ളത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ 10നെ നോക്ക്, ഈ 10നെ ഇങ്ങോട്ട് വെച്ച് കുറച്ചാൽ മതി. എങ്ങോട്ട്? ഈ +10. ഇവിടെ +10 ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇങ്ങോട്ട് വെച്ച് കുറച്ചാൽ മതി. അപ്പൊ എങ്ങനെ വരിക? 10ന്ന് 5 കുറയ്ക്കുക. എന്താ വരിക? 10 എങ്ങനെ ഇവിടെ എത്തിയത്? 10നെ ഇങ്ങോട്ട് വെച്ച് കുറച്ചാൽ മതി. ആ 10ആണത്. 5 കുറച്ചു. 10ന്ന് 5 കുറച്ചാൽ എത്രയോ? 5. അത് തന്നെയാണ് ഇതിന്റെ ഉത്തരം. പൊളി. റെഡിയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യും അല്ലേ. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു എന്ത്? ഈ 25 എന്ത് ചെയ്താൽ മതി? പ്ലസ് ആണ്, ഇവിടെ മൈനസ് ഉണ്ട് അല്ലെ. അതുകൊണ്ട് എന്താ ചെയ്താൽ മതി? ഈ 25ന്ന് ഇങ്ങോട്ട് കുറച്ചാൽ മതി. എന്നാലും ചോദിക്കുക, 25ന്ന് ഇങ്ങോട്ട് കുറയ്ക്കാന്ന് പറഞ്ഞാൽ 25ന് ഇങ്ങോട്ട് വെച്ചാൽ മതി ഇത് അല്ലെ. അപ്പൊ 25ന്ന് 20 കുറയ്ക്കുന്നതിന് തുല്യാണ് അല്ലെ. 20 കുറയ്ക്കുന്നതിന് തുല്യാണ്. അപ്പൊ എത്രയും വരാം? 25ന്ന് 20 കുറച്ചതേ നമ്മുടെ ഉത്തരം 5. പൊളി. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻ അല്ലെ. ചെയ്ത് നോക്കാം. ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. ചോദ്യം സിമ്പിൾ ആണ്, ശ്രദ്ധിച്ചോ. ഇവിടെ +3 ആണ്, ഇവിടെ മൈനസ് ഉണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പോലെ ഈ +3നെ ഇങ്ങോട്ട് വെച്ചിട്ട് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ 3 - 6 വരും. ഈ -6 ആണ് ഇവിടെ വന്നിട്ടുള്ളത്. റെഡി ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കുന്നത്. നമ്മൾ കുറച്ചു മുന്നേ പഠിച്ചതാ. ചെറിയ 3 വലിയ 6 അല്ലെ. 3നേക്കാൾ വലുതല്ല 6. അത് കുറയ്ക്കാന്നാ പറഞ്ഞത്. ചെറുതെന്ന് വലിയ നമ്പർ കുറയ്ക്കാന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ആരുണ്ടാവടോ? അവിടെ നമ്മുടെ മൈനസ് ഉണ്ടാവും അല്ലെ. ആ മൈനസ് ആണ് ചെറുതെന്ന് വലുതെന്ന് പറഞ്ഞപ്പോ തന്നെ മൈനസ് ഉണ്ടാവും കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? ഇനി സാധാരണ 6ന്ന് 3 കുറച്ചാൽ മതി. 6ന്ന് 3 കുറച്ചാൽ ദേ നമ്മുടെ ഉത്തരം -3. സെറ്റല്ലേ? സെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിട്ട് തരട്ടെ. യെസ്, ഇതാണ് ആ 2 ചോദ്യങ്ങൾ. ഏത് മോഡലാ മനസ്സിലാക്ക്. ഇവിടെ പ്ലസ് ആണ്. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് എന്തോ ചെയ്ത് അല്ലെങ്കിൽ അങ്ങോട്ട് മാറ്റിച്ചൊക്കെ ചെയ്താൽ മതി. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഉത്തരത്തിനോട് കൂടെ ഈ ക്ലാസ്സിന്റെ കംപ്ലീറ്റ് ഫീഡ്ബാക്കും കൂടെ അറിയിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ ഫീഡ്ബാക്കുകളെല്ലാം നമ്മൾ കാണുന്നുണ്ട്, വായിക്കലുണ്ട്. ഒരുപാട് സന്തോഷം. ക്ലാസ്സുകളൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്നറിഞ്ഞതിൽ. ഓക്കെ. അപ്പോ ക്ലാസ് മുഴുവനായിട്ട് കണ്ട് അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു ക്ലാസ്സുമായിട്ട് മറ്റൊരു ദിവസം കാണുന്നവരേക്കും ഇറ്റ്സ് മീ VJR സൈനിങ് ഓഫ്. താങ്ക് യു.